ഹലോ മീഗോസ്, നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു മാസം തുടക്കത്തിലായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബഡ്ജറ്റോട് കൂടിയിട്ട് നമ്മൾ മോട്ടോർ സൈക്കിൾ ഇൻഡസ്ട്രിയിൽ കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് നമ്മുടെ ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ നല്ലൊരു ഡിഡക്ഷൻ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് മെയിനായിട്ട് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ യമഹ ഫാൻസിനാണ്. കാരണം യമഹയുടെ ഇപ്പോൾ കറൻ്റ്ലി ഇന്ത്യയിലുള്ള ബിഗർ ബൈക്സ് ആയിട്ടുള്ള R3ക്കും MT-03ക്കും നല്ലൊരു പ്രൈസ് കട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ രണ്ട് വണ്ടികളുടെ പ്രൈസ് കട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ വന്ന ചേഞ്ചസിനെ കുറിച്ചൊക്കെയാണ്. ഇറ്റ്സ് മീ ഫ്രാങ്കോ, വെൽക്കം ബാക്ക്. മോട്ടോർ സൈക്കിൾ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ ഒരുപാട് ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഉണ്ട്. പലരും ഇവിടെ ഇന്ത്യയിൽ തന്നെ വണ്ടികൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് നല്ല വണ്ടികൾ നമ്മുടെ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ഇല്ല. പകരം ചിലതൊക്കെ അവർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ട് ചെയ്യുന്ന വെഹിക്കിൾസിന് നല്ലൊരു ശതമാനം ടാക്സ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന വണ്ടികളൊക്കെ പൊതുവേ കുറച്ച് നല്ല എക്സ്പെൻസീവാണ്. മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് ഇമ്പോർട്ടുകളാണുള്ളത്: CBU, SKD, അതേപോലെ CKD. CBU മീൻസ് കംപ്ലീറ്റ്ലി ബിൽഡപ്പ് യൂണിറ്റ്, അതായത് മോട്ടോർ സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് അസംബിൾ ചെയ്ത് ഒരു കംപ്ലീറ്റ്ലി ബിൽഡ് മോട്ടോർ സൈക്കിളായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ഈ CBU. SKD എന്ന് വെച്ചാൽ സെമി നോക്ക് ഡൗൺ ആണ്, അതായത് ചില പാർട്സൊക്കെ അസംബിൾ ചെയ്തിട്ട് തന്നെയാണ് ഇമ്പോർട്ട് ചെയ്യുക. എന്നാലും നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ചെറിയൊരു അസംബ്ലി വേണ്ടി വരും. ആ രീതിയിലുള്ളതിനാണ് SKD എന്ന് പറയാം. പിന്നെ CKD എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ ആണ്, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഡിസസംബിൾ ആയിട്ട് വരുന്ന വണ്ടി നമ്മളിവിടെ എത്തിയതിന് ശേഷം കംപ്ലീറ്റ്ലി അസംബിൾ ചെയ്ത് ഒരു മോട്ടോർ സൈക്കിളാക്കി എടുക്കുന്നതിനാണ് CKD എന്ന് പറയാം. അപ്പോൾ ഈ ഒരു 3 ടൈപ്പിലും ഇപ്പോൾ ഈ ഒരു 2025 ബഡ്ജറ്റ് വന്നതിന് ശേഷം ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട്. അതായത് CBU യൂണിറ്റിലേക്ക് വരുമ്പം 1600cc എബോവിലുള്ള വണ്ടികളാണെങ്കിൽ 50% ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അത് 20% റെഡ്യൂസ് ചെയ്ത് 30% ആക്കിയിട്ടുണ്ട്. ഇത് മെയിനായിട്ട് ബെനിഫിറ്റ് ചെയ്യാൻ നമ്മുടെ ഈ ക്രൂസർ മോട്ടോർ സൈക്കിളായിട്ടുള്ള ഇന്ത്യന്, ഹാർലി ഡേവിഡ്സൺ, ഇതിലൊക്കെയാണ് മെയിനായിട്ട് ഈ 1600cc എബോവ് വണ്ടികൾ വരുന്നത്. പിന്നെ ബിലോ 1600cc വരുമ്പം 10% ഡിഡക്ഷനാണുള്ളത്. അതായത് 50% ആയിരുന്നു കറൻ്റ്ലി ഉള്ളത്, അതിപ്പോൾ 10% കുറച്ച് 40% ആക്കിയിട്ടുണ്ട്. പിന്നെ SKDയിലേക്ക് വരുമ്പം 25% ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് 5% റെഡ്യൂസ് ചെയ്ത് 20% ആക്കിയിട്ടുണ്ട്. പിന്നെ CKDയിലേക്ക് വരുമ്പോൾ 50% ആയിരുന്നു, അത് 5% റെഡ്യൂസ് ചെയ്ത് 10% ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ CBU യൂണിറ്റ് ആകുമ്പോൾ എബോവ് 1600cc 30%, ബിലോ 1600cc 40% ആണ്. SKD യൂണിറ്റ് ആകുമ്പോൾ 20%, CKD യൂണിറ്റ് ആകുമ്പോൾ 10% ആണ്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ പുതിയ ബഡ്ജറ്റിൽ വന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി വരുന്നത്. ഇനി യമഹയിലേക്ക് വരുമ്പം നമുക്കറിയാം യമഹയ്ക്ക് ഒരുപാട് നല്ല അടിപൊളി സൂപ്പർ ബൈക്സും ബിഗ് ബൈക്സും ഒരുപാടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ കറൻ്റ്ലി ഇപ്പം ഒരു ബിഗ് ബൈക്സും അവൈലബിൾ അല്ല. ആകെ ഉള്ളത് നമ്മുടെ R3യും MT-03 തന്നെ. അതുതന്നെ ഒരുപാട് കാലത്തിന് ശേഷം അവർ CBU യൂണിറ്റ് ആക്കിയിട്ടാണ് ലോഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 4,60,000 സംതിങ് ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. അതായത് ഏകദേശം 1,00,000 സംതിങ് ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുത്തിട്ടാണ് ഈ ഒരു വണ്ടി ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവർ വലിയൊരു പ്രൈസ് കട്ട് തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഈ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി കംപ്ലീറ്റ് ആയിട്ട് അവർ കട്ട് ഡൗൺ ചെയ്തിട്ട്, അതായത് 1,00,000 സംതിങ് വരുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് ഇപ്പം കറൻ്റ്ലി നമ്മുടെ R3യുടെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 3,61,000 സംതിങ് ആണ്. ഇത് മെയിനായിട്ട് ഈ ഇമ്പോർട്ട് ഡ്യൂട്ടിയുടെ പ്രൈസ് കട്ട് മാത്രമല്ല, കാരണം ഇമ്പോർട്ട് ഡ്യൂട്ടി ആകെ 10% ഡിഡക്ഷനേ വരുന്നുള്ളൂ. ഈ ഒരു 10% ഡിഡക്ഷൻ എന്ന് വെച്ചാൽ ഈ ഒരു 1,00,000 ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഇത് അവർ ഈ ഒരു സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഡിഡക്ഷൻ കൊടുത്തതാണ്. കാരണം ഇത്രയും പ്രൈസ് വരുന്നതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് സെയിൽസ് വളരെ കുറവാണ്. പൊതുവേ യമഹ ഓവർ പ്രൈസ്ഡ് എന്നുള്ള രീതിയിലാണ് പലർക്കും തോന്നാറ്. ഈ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടെ വരുമ്പം ഒരിക്കലും അഫോർഡബിൾ ആവാത്ത രീതിയിലാണ് ഇതിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നത്. 4,60,000 സംതിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നിഞ്ചൊക്കെ ഈ ഒരു 3,40,000 സംതിങ്ങിൽ കിട്ടും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആരും R3 ഒന്നും ചൂസ് ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ അവർ ഈ ഒരു R3 CKD യൂണിറ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ഹൈ പ്രൈസ് കട്ട് കൊടുത്തത്. പക്ഷേ ഇതൊരു പെർമനൻറ്റ് പ്രൈസ് കട്ടാണ് എന്നാണ് പൊതുവെ ഈ ഒരു ഓട്ടോമോട്ടീവിൽ എല്ലാവരും പറയുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഇത് ഒരു CKD യൂണിറ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ ഈ ഒരു സ്റ്റോക്ക് ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ പുതിയ R3 ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന R3 പുതുതായിട്ട് അവർ സൂൺ തന്നെ ലോഞ്ച് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ഇത്രയും വലിയൊരു പ്രൈസ് കട്ട് കൊടുത്തത്. ഇനി ഈ ഒരു വണ്ടിയിലേക്ക് നോക്കുകയാണെങ്കിൽ R3 ആയാലും MT-03 ആയാലും രണ്ട് വണ്ടികളും വരുന്നത് 321cc പാരലൽ പിന്നാണ്. അതുപോലെ തന്നെ 42 PS മാക്സിമം പവർ അറ്റ് 10,750 RPM. അതുപോലെ തന്നെ
29.5 ന്യൂട്ടൺ മീറ്റർ ആയിട്ട് 9000 RPM ആണ് ഇതിൻ്റെ പെർഫോമൻസ് വരുന്നത്. രണ്ട് വണ്ടിക്കും സെയിം സ്പെക്കുകൾ തന്നെയാണ്. ഏകദേശം ഗ്രൗണ്ട് ക്ലിയറൻസ്, സീറ്റ് ഹൈറ്റ് സംഭവങ്ങളെല്ലാം സെയിം ആണ്. ആകെ ഡിഫറൻസ് ഉള്ളത് ഈ ഒരു ഡയമെൻഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒന്ന് വിത്ത് കിറ്റും ഒന്ന് നേക്കഡും ആയതുകൊണ്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ കേർബ് വെയ്റ്റിൽ MT-03 2 കിലോഗ്രാം കുറവാണ് കേർബ് വെയ്റ്റ് നോക്കുമ്പോൾ. മെയിനായിട്ട് ഇതൊക്കെ തന്നെ ചേഞ്ച് ഉള്ളൂ. അപ്പോൾ ഈ ഒരു പെർഫോമൻസിലായാലും മൈലേജിലൊക്കെ ഈ ഒരു വെയ്റ്റ് ഡിഡക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ MT-യിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും പ്രാക്ടിക്കൽ സൈഡിൽ. ബാക്കി എല്ലാ കാര്യങ്ങളും സിമിലർ ആണ്. അതുപോലെ തന്നെ പ്രൈസിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. R3 വരുന്നത് 3,61,000 സംതിങ് ആണ്. MT-03 വരുന്നത് ഏകദേശം 10,000 കുറവാണ്. അതായത് 3,51,000 സംതിങ് ആണ് MT-യുടെ ഷോറൂം റേറ്റ് വരുന്നത്. അപ്പോൾ ഇപ്പം ഈ ഒരു വണ്ടി ശരിക്കും കുറച്ചും കൂടെ കോമ്പാറ്റബിൾ ആയി മാറി, കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുണ്ട്. നിഞ്ചയുടെ ഏകദേശം സിമിലർ പ്രൈസിങ് ആയതുകൊണ്ട് തന്നെ നിഞ്ചക്കും ഇപ്പോൾ ഈ ഒരു R3 കോമ്പറ്റേറ്റീവ് ആയിട്ടുണ്ട്. ഈ ഒരു സെയിം സെഗ്മെൻറ്റിൽ ഏകദേശം സിമിലർ ആയിട്ടൊരു വണ്ടി കൂടെ ഇന്ത്യയിലുണ്ട്, നമ്മുടെ അപ്രിലിയയുടെ 457 RS. അതും ഏകദേശം സിമിലർ വണ്ടി തന്നെയാണ്. പക്ഷേ അത് കുറച്ചും കൂടെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് വണ്ടിയാണ്. നമ്മുടെ സ്പെക്കൊക്കെ നോക്കുകയാണെങ്കിൽ പവറായാലും ടോർക്കായാലും കുറച്ച് ഏളി കിക്ക് ചെയ്യുന്ന ടൈപ്പ് ഒരു മോട്ടോർ സൈക്കിളാണ്. അതുമല്ല കുറച്ചും കൂടെ CC കൂടിയ വണ്ടിയാണ്. അതേപോലെ തന്നെ പ്രൈസും കുറച്ച് കൂടുതലാണ്, 4 lakh സംതിങ് റേറ്റ് വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു നിഞ്ചയും R3യും നല്ല കോമ്പറ്റേറ്റീവ് എന്നുള്ള രീതിയിലേക്ക് മാറി. ഏകദേശം സിമിലർ സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് ഈ രണ്ട് വണ്ടിയിലും വരുന്നത്. രണ്ടും കുറച്ച് യൂണീക്കായിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. പാരലൽ ട്വിന്നിൽ വരുന്ന ഈ ഒരു 300cc ട്വിൻ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, നമുക്കൊരു ലൈഫ് ടൈം ആയിട്ട് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വണ്ടിയാണ്. അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയും. അപ്പോൾ പൊതുവേ നമ്മൾ ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റിലെ ന്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ R3യിൽ ഇത്രയും വലിയൊരു പ്രൈസ് കട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ഒരുപാട് വണ്ടികൾ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പം യമഹ ഈസ് പ്ലാനിങ് സംതിങ് ബിഗ്. അതായത് വലിയൊരു ലോഞ്ച് ഇവൻ്റ് തന്നെ യമഹ ഈ ഒരു 2025 പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ പല ഓട്ടോമോട്ടീവ് എന്തൂസിയാസ്റ്റുകളും പറയുന്നുണ്ട് യമഹ 5 പുതിയ വണ്ടികൾ ലോഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് എന്നൊക്കെ. ഇതുപോലെയുള്ള പല ന്യൂസുകളും ഇപ്പോൾ ഈ ഒരു ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു പ്രൈസ് കട്ട് കൂടെ വന്നപ്പം കുറച്ചും കൂടെ ഈ ഒരു സംശയങ്ങൾക്കൊക്കെ ഒരു ക്ലൂ എന്നുള്ള രീതിയിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ ഫ്രാങ്കോ സൈനിങ് ഔട്ട്. ബൈ.